ഇങ്ങോട്ട് വന്നേ. നാറ്റിക്കരുത്. കായൽ റാണി ഗ്രൂപ്പ് എന്റെ സ്വന്തം കമ്പനിയാണെന്നാണ് ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നത്. ജഗദീപ് ബ്രോ ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞ എങ്ങനെയാ? സീസൺ ആയതുകൊണ്ട് ഹൗസ് ബോട്ടുകളൊക്കെ ബുക്ക് ചെയ്ത് ലോട്ടത്തില്ല. അത് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? കായൽ റാണി ഗ്രൂപ്പിന്റെ ഉടമസ്ഥൻ അരവിന്ദ് സ്വാമിനാഥിന്റെ സ്വന്തം മകൻ ദീപക് വിചാരിച്ച ഒരു ഹൗസ് ബോട്ട് ഏർപ്പാടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ നാണക്കേടാണ് ബ്രോ. നിങ്ങളുടെ തന്നെ എത്ര ബോട്ടുകളായി കായലിൽ കൂടെ തേരാപ്പാര ഓടുന്നേ? അതല്ല ഇപ്പോഴും തേരാപ്പാര ഓടുവാന്നല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നേ. വാടാ. അല്ല അല്ല പോലെ ഒന്ന് വന്നേ. അപ്പൊ ബോട്ടൊന്നും കിട്ടൂലേ? ഒരു വഴിയുണ്ട്. നമ്മുടെ കമ്പനിയുടെ പ്രൈവറ്റ് ആവശ്യങ്ങൾക്കുള്ള ഒരു ഹൗസ് ബോട്ട് ഉണ്ട്. അത്ര വലിയ ആർഭാടമൊന്നുമില്ല, അത് മതിയാകും അവർക്ക്. അതെ, ഒരു 6-7 ആൾക്കാരുള്ള ഒരു ഫാമിലിക്ക് ഒരു ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള സ്ഥലവും സൗകര്യം വേണം, അത്രേ ഉള്ളൂ. ബർത്ത്ഡേ ആഘോഷമൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം, പക്ഷെ സ്റ്റാഫ് അതാ പ്രശ്നം. സ്റ്റാഫിനെന്ത് പറ്റി? അവരൊക്കെ ഓരോ ബോട്ടിൽ പോയിരിക്കല്ലേ. അപ്പൊ വീണ്ടും പണിയായി. വിട്ടേക്ക് ബ്രോ. ബ്രോ ഒരു വഴിയുണ്ട്. ദീപക്കും ഫ്രണ്ട് വൈഷ്ണവ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ബോർഡിലെ സ്റ്റാഫായിട്ട് വെക്കൂടെ? ഞാനോ? അല്ല ബ്രോ, കായൽ റാണി ഗ്രൂപ്പിന്റെ ഓണർ അരവിന്ദ് സ്വാമിനാഥന്റെ മകനാണെന്നൊന്നും അവർക്കറിയില്ലല്ല. പിന്നെന്താണ് പ്രശ്നം? അതുകൊണ്ട് എനിക്ക് എന്താ ഗുണം? വേഷമാരത്തിലൊരു ത്രില്ലില്ലേ? നോക്ക്, ഞാൻ തന്നെ എത്രയോ വേഷം മാറിയിരിക്കുന്നു. നിങ്ങളുടെ സ്റ്റാഫുകളുടെയൊക്കെ എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയാലോ. ഒന്ന് നോക്കല്ലേ. ഒരു പ്രശ്നം ഉണ്ടാവൂല, നല്ല ഡീസന്റ് ഫാമിലിയാ. കഴിഞ്ഞ തന്നെ ഓക്കെ. ആ ശരി ശരി, ഓക്കെ ഓക്കെ. വരുന്നുണ്ട് വരുന്നുണ്ട്. അയ്യേ, ഇതാണോ ഹൗസ് ബോട്ട്? ഏതാടെ അഹങ്കാരി? ഈ പെണ്ണിന്റെ ബർത്ത്ഡേ ബ്രോ ഹൗസ് ബോട്ടിൽ ആഘോഷിക്കുന്നേ. ഹൗസ് ബോട്ടിൽ വെച്ച് ബർത്ത്ഡേ ആഘോഷം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഒരുപാടൊക്കെ പ്രതീക്ഷിച്ചതാ. ഇതൊരുമാതിരി കണ്ടം ചെയ്യാറായ സർക്കാർ ബസ് വെള്ളത്തിലിറക്കിയിട്ട പോലെ. വൈഷ്ണവേ, എന്റെ അച്ഛനെ പറഞ്ഞാൽ ഞാൻ ക്ഷമിച്ചെന്നിരിക്കും. പക്ഷെ നമ്മൾ ഹൗസ് ബോട്ടിനെ പറഞ്ഞോണ്ടല്ലോ. അവര് ബർത്ത്ഡേ ആഘോഷിച്ചിട്ട് അങ്ങ് പോട്ടെ. നമ്മൾ എന്തിനാ അവരുടെ അഭിപ്രായത്തിന് മറുപടി പറയാൻ പോണേ? മോനെ വിഷ്ണു, എന്താച്ചാ? വേറെ ഹൗസ് ബോട്ടൊന്നും കിട്ടാനില്ലേ ഇവിടെ? അതിപ്പോ എന്താ അറിയോ, സീസൺ അല്ലച്ചാ. പിന്നെ എല്ലാം ബുക്കിംഗ് അനുസരിച്ചിട്ടുള്ള ഓട്ടത്തിലാ. ഇവിടുത്തെ ഹൗസ് ബോട്ടുകൾ കൂടുതലും കായൽ റാണി ഗ്രൂപ്പിന്റെയാ. ആ ജഗദീപ് പറഞ്ഞോണ്ട് അവരുടെ പേഴ്സണൽ ആവശ്യത്തിന് യൂസ് ചെയ്യുന്ന ബോട്ട് സംഘടിപ്പിച്ചു തന്നതാ. എടി, തൽക്കാലം ഇതുകൊണ്ടൊന്ന് സമാധാനിക്കടി. അത്യാവശ്യം വലുതാ. കേറിക്കോ കേറിക്കോ. വാ വാ വാ. അത് ഗോപാലേട്ട, ഇത് പിടിച്ചു. എന്റെ അമ്മേ, ഇത്രയേ ഉള്ളൂ. പിടിക്കണോ? വേണ്ട. ഓ കേറിക്കോ കേറിക്കോ. രാജീവ് സാറേ, ഒന്ന് കൈ പിടിക്ക് രാജീവ് സാറേ.
ഈ കൈ പിടിച്ചോ. അയ്യടാ അങ്ങനെ ഇപ്പൊ വേണ്ട. അച്ഛാ എന്നെ ഒന്ന് പിടിച്ച് കേറ്റച്ചാ. ഈ മോന്റെ കൈ പിടിച്ച് കയറിക്കോ മോളെ. ഇവരൊക്കെ ആകുമ്പോ ഇവിടെ നല്ല പരിചയമുള്ളവരല്ലേ. ദേ പിടിക്കുന്നുണ്ടോ? ബോട്ട് എടുക്കണം. വിട്. എന്താ മോളെ? അച്ഛനോട് ഞാൻ പറഞ്ഞല്ലേ അച്ഛൻ എന്നെ കൈ പിടിച്ച് കയറ്റിയാ മതിയെന്ന്. പെണ്ണുങ്ങളുടെ ദേഹത്ത് തൊടാൻ അവസരം നോക്കി നടക്കും ഓരോരുത്തന്മാര്. അയ്യോ ഞാനൊന്നും ചെയ്തില്ല സാറേ. ഈ കുട്ടി വീഴാൻ പോയപ്പോ പിടിച്ചതാ. എന്താ എന്താ അതൊന്നും ഇല്ലടാ. ബോട്ടിൽ കയറാൻ പോയപ്പോ ശ്യാമയൊന്ന് വീഴാൻ പോയി. അപ്പൊ അവനൊന്ന് പിടിച്ചു, അത്രേ ഉള്ളൂ. ബോട്ടും വെള്ളമൊക്കെ ആവുമ്പോ ഇതൊക്കെ പതിവല്ലേ. എന്താ നിന്റെ പേര്? ദീപക്. കായൽ റാണി ഗ്രൂപ്പിന്റെ ഓണർ അരവിന്ദ് സ്വാമിനാഥനോട് പറഞ്ഞ് നിന്റെ പണി തീർപ്പിക്കണോ? അയ്യോ വേണ്ട സാറേ, ഞാൻ മര്യാദയ്ക്കൊക്കെ നിന്നോളാം. കുടുംബം പ്രാരാബ്ദമൊക്കെ ഉള്ളതാ സാറേ. ഒരുപാട് വിളച്ചെടുക്കല്ലേ. വിട്ടേക്ക് വിഷ്ണു, ബോട്ട് എടുക്കാൻ പറ മോനെ. ബോട്ട് ജോലിക്കാരനായിരുന്നല്ലേ? വേഷവും മട്ടുമൊക്കെ കണ്ടപ്പോ ഞാൻ കരുതി കായൽ റാണിയുടെ മുതലാളിയുടെ മോനായിരിക്കും. ശ്യാമോക്കോ ബോട്ടെടുക്ക. അവള് പറഞ്ഞ നീ കേട്ടോ. ബോട്ട് ജോലിക്കാരനായിരുന്നല്ലേ? വേഷവും മട്ടും കണ്ടപ്പോ കരുതി കായൽ റാണിയുടെ മുതലാളിയുടെ മോനായിരിക്കുന്നു. സാരമില്ലടാ, നമുക്ക് പണി കൊടുക്കാന്ന്. ചേച്ചിനിങ്ങോട്ടേക്കാക്ക്. ചേച്ചിനിങ്ങോട്ട് വിളിക്കാം. വേണ്ട പ്ലീസ്. കുഞ്ഞേച്ചി, കുഞ്ഞേച്ചി ഇവിടെ ഇരിക്കേ, ഞാൻ അവിടെ ഇരിക്കാം. അല്ല അത് വേണമെന്നില്ല ഓ വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. എഴുന്നേക്ക്. അങ്ങോട്ട് ചെല്ല്. അങ്ങോട്ട് ഇരുന്നോ. ഞാനല്ലേ, ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞോ. എനിക്ക് മനസ്സിലായേ. മനസ്സിലായി. ബോട്ടൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ടല്ലോ. ആ പയ്യനും കൂട്ടുകാരും ഒക്കെ നന്നായിട്ട് മെനക്കെട്ടിട്ടുണ്ട്. കേക്ക് അടക്കം സംഘടിപ്പിച്ച് തന്നില്ലേ? വെറുതെ വഴക്കിടണ്ടായിരുന്നു. ഇവക്ക് എപ്പോഴും ഉള്ളതാ വെറുതെ മെക്കിട്ട് കയറുന്ന സ്വഭാവം. അതുകൊണ്ട് ഇപ്പൊ എന്ത് കുഴപ്പമുണ്ടായെന്ന? ഒരു കുഴപ്പമില്ല. ഓ ആ വിഷയം ഒന്ന് വിട്ടേക്ക്. നമ്മൾ ആഘോഷിക്കാനല്ലേ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നേ. ആ അത് ശരിയാ. എന്താടാ? എനിക്ക് അവളെ അങ്ങ് ഇഷ്ടപ്പെട്ടടാ. അവൾക്ക് അവിസ്മരണീയമായ ഒരു ബർത്ത്ഡേ കൊടുത്താലോ നമുക്ക്? തുടങ്ങിക്കോ. നിക്ക് 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 നിക്ക്. അപ്പോ നമ്മുടെ ശ്യാമക്കുട്ടിയുടെ 22ാം പിറന്നാള് നമ്മൾ അവിസ്മരണീയമാക്കാൻ പോവുക. അടിപൊളി. ഐശ്വര്യമായിട്ട് കട്ട് ചെയ്യും മോളെ. തുടങ്ങിക്കോ.
ഹാപ്പി ബർത്ത്ഡേ ശ്യാമ ആ അച്ഛന് കൊടുക്കും മോളെ ആദ്യം. വേണ്ട മോളെ, അമ്മയ്ക്ക് കൊടുക്ക്, അമ്മയ്ക്ക് കൊടുക്ക്. അല്ല 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 അങ്ങനെ പറഞ്ഞാൽ ശരിയാവത്തില്ല. അച്ഛൻ ഞങ്ങളോട് ആദ്യമായിട്ടാ മക്കളിൽ ഒരാളുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അപ്പൊ കഴിച്ചേ പറ്റൂ. അച്ഛൻ മക്കളിൽ ഒരാളുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ഇതാദ്യ മോനെ. ഇത് വാങ്ങിച്ചാ അടിപൊളി. അമ്മേ വലിച്ചേ. എടി മോളെ, ഇവിടെ സ്ഥാനം കൊണ്ട് ഞാനാ മൂത്തത്, പോരാത്തതിന് നിന്റെ സാറും. എങ്കി മൂത്ത സാർ ഇത് വെച്ചോ. അല്ല ഇത് ക്രിസ്മസ് ആയ വിഷ്ണുട്ടോ അങ്ങനെ ചോദിച്ചേ? ക്രിസ്മസ് പപ്പ. തമാശ. നല്ല തമാശയായിരുന്നല്ലോ. ശാരിക, ഇത് നിന്റെ ഭർത്താവിന്റെ അഭിമാന പ്രശ്നമാ. ഇവിടെ പിടി. അത് ശരിയാണല്ലോ. ശാലി പിടിച്ചോ. ബർത്ത്ഡേക്കാരിക്ക് നമ്മുടെ നാട്ടില് കുറച്ച് ആചാര മര്യാദകളൊക്കെ ഉള്ളതല്ലേ, ഒട്ടും കുറയ്ക്കണ്ട. കുഞ്ഞേച്ചി. അത് വേണ്ട. അയ്യോ കുഞ്ഞേച്ചി വേണ്ട. ഇവളൊരു അനീതിപ്രാവാണല്ലോടാ. ഇതെന്തൊരു തല്ലിപ്പൊളി ബോട്ടാ. ഒരു പാട്ടിടാൻ പോലും സൗകര്യമില്ലേ? അവരോട് പറഞ്ഞാ മതി, ഇട്ടുതരും. എന്നാലാ ബോട്ടുകാരോട് പറ. മോനെ, ഒരു പാട്ടിടറാ. ഇട്ടുതരാം. ഇപ്പൊ ഇട്ടുതരും. മനസ്സിനുള്ളിൽ മഴത്തുള്ളിയായി തുള്ളി തുള്ളിക്കും കുയിൽ കൂട്ടി തുയിൽ പാട്ടി പറയാൻ മറന്നതെന്തടോ എടോ പൊട്ടുതൊട്ട മെയ് മാസം മനസ്സിനുള്ളിൽ മഴത്തുള്ളിയായി തുള്ളി തുള്ളിക്കും ഒച്ചറിപ്പൂക്കൾ അച്ചിരിക്കാറ്റിൻ ചെപ്പു തുറക്കാൻ പമ്മി പറക്കും. ദൈവത്തിന് നന്ദി. ഈ ദിവസം ഇത്രയും സുന്ദരമാക്കിയതിന്. വിഷ്ണുട്ടൻ അറിയോ ഇന്ന് ഞാൻ കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ച എന്താന്ന്? അതാ ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. അതെ, ഫോട്ടോസ് എടുക്കാൻ കൂടുന്നോ? നല്ല സീനറി അല്ലേ ചുറ്റിലും?
കുറച്ച് ഫോട്ടോസ് എടുത്താ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ചാമ്പാം. അയ്യോ ഞങ്ങൾ വെറുതെ വിട്ടേക്ക്, നമുക്ക് പോവാം. എവിടെ ഒന്നും അത് അവിടേക്ക് നോക്കിട്ട് വെറുതെ എടുത്താൽ മതി. നീ വന്നേ. അങ്ങോട്ടും ഹലോ എന്താടി? അല്ല, കുറച്ച് ഫോട്ടോസ് എടുക്കുന്നുണ്ടോ? നമുക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റാം. തൽക്കാലം ഞങ്ങളില്ല മോളെ. കുറച്ചു നേരം ഈ കാറ്റ് കൊണ്ടിങ്ങനെ നിക്കട്ടെ അല്ലേ സാറേ? ഓ, മൊത്തം കപ്പിൾസ് ആണല്ലോ. നമ്മൾ വല്ല സെൽഫി എടുത്തോളാം. അയ്യോ നീയും പോയ ഒരാളെ കണ്ടുപിടിക്കടി. വിനോദസഞ്ചാര കേന്ദ്രമല്ലേ, നല്ല ചുള്ളന്മാര് പയ്യന്മാരൊക്കെ കാണും. നമ്മളില്ലേ ഉള്ള മനസ്സമാധാനം കൂടി കളയാൻ. പോട്ടെ. നേരാണോ സാറേ അവള് പറഞ്ഞത്? അല്ല, ഈ കല്യാണം മനസ്സമാധാനം കളയുമെന്ന് സാറൊരു അനുഭവസ്ഥനാണല്ലോ. ഒരു പരിധിവരെ അതെ. കുറച്ച് കൂടുതൽ ബാധ്യതകൾ നമ്മുടെ തോളിലേക്ക് വന്നു ചേരും. പങ്കാളി, കുട്ടികൾ, അവരുടെ ജീവിത ചെലവുകൾ, അവർക്ക് വേണ്ടി നീക്കി വെക്കേണ്ട സമയം, അവരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ആഘോഷങ്ങളിലും ചടങ്ങുകളിലും പങ്കെടുക്കാനുള്ള ബാധ്യതകൾ, അങ്ങനെ. പക്ഷേ ആ ബാധ്യതകളൊരു സുഖമാണോ? സർവതന്ത്ര സ്വതന്ത്രനായിട്ട് വിഹരിച്ചിട്ട് ഒന്ന് വയ്യാതാവുമ്പോ തിരിഞ്ഞു നോക്കാൻ ആരും ഇല്ലെങ്കിലോ? അന്ന് വരെ നമ്മൾ ഇടപെട്ടിരുന്നവർക്കും അന്ന് നമ്മളെ പോലെ തിരക്കായിരിക്കും. തിരക്കുകൾ അസ്തമിച്ച് ആശുപത്രി കിടക്കയിൽ കിടന്നാ നമ്മൾ അതൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. രോഗക്കിടക്കയിലെ ഒരു സന്ദർശനം, സാരമില്ല എല്ലാം ശരിയാവുമെന്ന് കൈപിടിച്ചമർത്തി ഹൃദയത്തോട് മന്ത്രിക്കുന്നത്. ഇതൊന്നും പണം കൊടുത്ത് മൂടിയാലും ഒരു ഡോക്ടർക്കോ ഹോസ്പിറ്റലും തരാൻ കഴിയത്തില്ലടോ. ഇന്ന് ഞാൻ കണ്ടതിൽ ഏറ്റവും മനോഹരമായ കാഴ്ച എന്താണെന്നറിയോ ഇയാൾക്ക്? നോക്ക്. ഇന്നവരനുഭവിക്കുന്ന മനസമാധാനവും ശാന്തിയും ലോകത്ത് മറ്റാർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാൻ കഴിയാത്ത വിധം നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സ്നേഹം തിരികെ കിട്ടുന്നതിനേക്കാളും വലിയ ഭാഗ്യമൊന്നുമില്ല. ഈ കൈവെള്ളെന്ന് ചോർന്നുപോയ ദാഹജലം തനിയെ വന്ന് നിറയുന്ന പോലെ അത്. ജീവിത സായനത്തിലേക്ക് എത്തുമ്പോ ഭാര്യ ഭർത്താക്കന്മാര് നല്ല കൂട്ടുകാരാണോ? ദാമ്പത്യം പോലും അവിടെ ഒരു പ്രധാനമല്ല. കരയുമ്പോ ഒന്ന് ആശ്വസിപ്പിക്കാൻ, സന്തോഷം പങ്കുവയ്ക്കാൻ, തഴയപ്പെടുന്ന ഇടങ്ങളിൽ തുണയായി നിൽക്കാനുള്ള കൂട്ടുകാരനോ കൂട്ടുകാരിയോ. ഈ ലോകം മുഴുവൻ ജയിക്കാൻ ഇറങ്ങിത്തിരിച്ച അലക്സാണ്ടർ ചക്രവർത്തി പോലും ശവമഞ്ചത്തിൽ തന്റെ 2 കൈകളും പുറത്തേക്കിട്ടു. എന്തിനാ? മരിക്കുമ്പോ താനൊന്നും കൂടെ കൊണ്ടുപോകുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടി. അതിനേക്കാളും ഭാഗ്യവാന്മാരാണോ സ്നേഹിക്കുന്ന ഒരു ഹൃദയം ഈ ഭൂമിയിൽ ബാക്കി വെച്ചിട്ട് പോകുന്ന ഭാര്യ ഭർത്താക്കന്മാര്? സ്വർഗത്തിൽ ചെന്ന് അവർക്ക് ദൈവത്തെ വെല്ലുവിളിച്ചിട്ട് പറയാം, അല്ലയോ ദൈവമേ, അലക്സാണ്ടർ ചക്രവർത്തിയേക്കാൾ ഞാൻ ഭാഗ്യവാനാണ്, സമ്പന്നനാണ്. കാരണം എനിക്ക് വേണ്ടി വേദനിക്കാൻ ഒരു ഹൃദയം ഇപ്പോഴും ഭൂമിയിൽ തുടിച്ചുകൊണ്ടിരിപ്പുണ്ടെന്ന്. വരുന്നു. കഴിഞ്ഞില്ലേ നിങ്ങളുടെ കിന്നാരം? ഒന്ന് പോവണ്ട അവിടുന്ന്. വാ സാറേ, നമുക്ക് പോവാം. ഒന്ന് പൊടി അവിടെ പോയില്ലേ വല്യേച്ചി? ഗോപാലേട്ടാ, എനിക്കെന്തോ
നല്ല ഭയം തോന്നുന്നുണ്ട്. എന്താ ശാരദ? ഇത്രയും സ്നേഹവും സമാധാനവും സന്തോഷവും ഒന്നും എന്റെ ജീവിതത്തിൽ വിധിച്ചിട്ടില്ല എന്നൊരു തോന്നൽ. ഇങ്ങനൊരു നിമിഷത്തിൽ വന്ന് നിൽക്കാൻ മാത്രം ഭാഗ്യവതിയാണോ ഞാനെന്ന്. ഞാനീ കാണുന്നതൊക്കെ സ്വപ്നമാണോ, അതോ മറ്റാരുടെയെങ്കിലും സ്വപ്നത്തിൽ ജീവിക്കുകയാണോ ഞാൻ? തൊട്ടു മുന്നിൽ ഒരാപത്ത് വന്ന് നിൽപ്പുണ്ടെന്ന് എന്തോ ഹൃദയം മുന്നറിയിപ്പ് നൽകുന്ന പോലെ. ശാരദ, അങ്ങനൊന്നും. വിഷ്ണുട്ടാ